പ്രിയമുള്ളവരെ നമസ്കാരം. നിയോ ലൈഫ് ക്ലബ്ബിൽ എങ്ങനെയാണ് ഒരു ഐ ഡി രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള പ്രോസസ്സുകൾ കാണിക്കാൻ പോവുകയാണ് ഇവിടെ. നമുക്ക് നമ്മുടെ അപ്ലൈൻ അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും. ആ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്ത് ബ്രൗസറിൽ, നമ്മുടെ വാലറ്റിൻ്റെ ബ്രൗസറിൽ, മീൻസ് ഡിസ്കവർ എന്ന് പറയുന്ന അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ടും ഐ ഡി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നേരെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നിയോ ലൈഫിൻ്റെ രജിസ്ട്രേഷൻ ഇൻ്റർഫേസിലേക്കാണ് അത് വരിക. അവിടെ നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് രജിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ആ സ്മാർട്ട് കോൺട്രാക്റ്റ് വെബ്3യിലാണ് നടക്കുന്നത്, ബിനാൻസിൻ്റെ വെബ്3യിൽ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയിൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. മിക്കവാറും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് എതേറിയം നെറ്റ്വർക്ക് ആയിരിക്കും. അതൊന്ന് മാറ്റിയിട്ട് BNB സ്മാർട്ട് ചെയിനിലേക്ക് മാറ്റി കൊടുക്കണം. ഓക്കെ, അതിനുശേഷം രജിസ്റ്ററിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. BNB സ്മാർട്ട് ചെയിനാണ് വന്നിരിക്കുന്നത്. വാലറ്റ് കണക്ട് ചെയ്യാം. അപ്രൂവ് ചോദിക്കുന്നുണ്ട്, അപ്രൂവ് കൊടുക്കാം. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത അപ്രൂവലും കൂടി കൊടുക്കാം. ഇപ്പോൾ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഗോ ടു ലോഗിൻ എന്നുള്ളത് വരും. അത് അഥവാ ചില ഫോണുകളിൽ അത് വരുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് താഴെ കാണുന്ന വളഞ്ഞു കിടക്കുന്ന 2 ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അതായിക്കോളും. ഈ ഫോണിൽ അത് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഗോ ടു ലോഗിനിലേക്ക് പോകാം. ഗോ ടു ലോഗിനിൽ പോകുമ്പോൾ ചില ഫോണുകളിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലുള്ള BNB സ്മാർട്ട് ചെയിൻ തന്നെയാണ് നെറ്റ്വർക്ക് കിടക്കുന്നത്. ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. താഴെയുള്ള അതിലൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഐ ഡി ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തിരികെ ട്രസ്റ്റ് വാലറ്റിലേക്ക് വരിക. ഡിസ്കവറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡിസ്കവർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഹിസ്റ്ററി ഒന്ന് ക്ലിയർ ചെയ്തേക്കുക. ഹിസ്റ്ററിയിൽ ചിലപ്പോൾ പല പ്രാവശ്യം നിയോ ലൈഫ് ട്രൈ ചെയ്തതിൻ്റെ കിടപ്പുണ്ടാവും. അതൊന്ന് ഹിസ്റ്ററി ഒന്ന് ക്ലിയർ ചെയ്യാം. അത് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡിസ്കവർ വരും. അവിടെ നമുക്ക് നമ്മുടെ URL ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ neolifeclub വരെയുള്ളത്, neolifeworld വരെയുള്ളത് മാത്രം മതി അവിടെ. കാരണം ഓൾറെഡി നമുക്കിതിൻ്റെ അകത്ത് രജിസ്റ്റർ ആയിട്ടുണ്ട്. നമ്മൾ സെർച്ച് കൊടുക്കുമ്പോൾ അത് സെൻസ് ചെയ്തോളും, സിസ്റ്റം സെൻസ് ചെയ്തോളും. അത് ലോഗിൻ പേജ് വന്നിരിക്കുന്നു. ലോഗിനിലേക്ക് കൊടുക്കാം. ലോഗിൻ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആദ്യം വരിക. പ്രൊഫൈലിൽ നമുക്ക് പേരുകൾ കൊടുക്കാം. ഓക്കെ, എങ്ങനെ എടുക്കാം? @gmail.com, globalteam@gmail.com. അവിടെ അത് കൊടുത്തിരിക്കുന്നു. നമുക്ക് കൺട്രി ഇന്ത്യ ഡിഫോൾട്ടായിട്ട്, ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യ ഡിഫോൾട്ടായിട്ട് വരും. നമ്മളവിടെ മൊബൈൽ നമ്പർ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു.
ശേഷം സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുമ്പോൾ അപ്ഡേറ്റ് പ്രൊഫൈൽ സക്സസ്ഫുള്ളി എന്ന് കാണും. പ്രൊഫൈൽ നമുക്ക് റീചെക്ക്, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റാണോ എന്ന് അറിയാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. നമ്മൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഹോം പേജിലേക്ക് പോകാം. നമ്മുടെ ഡാഷ്ബോർഡ് വന്നിരിക്കുന്നു. ഈ ഡാഷ്ബോർഡിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഈ കൂട്ടത്തിൽ ചെറിയൊരു കാര്യം കൂടി ആഡായിട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ സീഡ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് പാക്കിലാണ് നിൽക്കുന്നത്. നമുക്കവിടെ ഒന്ന് സ്പ്രൗട്ട് പർച്ചേസ് ചെയ്ത് നോക്കാം. അടുത്ത പാക്കേജ് സ്പ്രൗട്ട് പർച്ചേസ് ചെയ്യാൻ അവിടെ ഒരു കണ്ടീഷനുള്ളത്, നമ്മൾ 2 ഡയറക്റ്റ് റെഫറൽ ഫസ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.